കുഞ്ഞാപ്പല്ല വരുന്നത്. ആ എന്താണാവോ കുഞ്ഞാപ്പോ ഇജ്ജ് അവിടുന്ന് വരുന്ന കണ്ടിട്ട് നിന്നാണ്. എന്നാ എല്ലാടാ ആ ഇങ്ങക്ക് എന്നെ എടുത്താ മതിയാ, എനിക്ക് കൊടുക്കണ്ടേ? എല്ലാ ഇജ്ജ് വിറകെടുക്കാൻ വേണ്ടി വന്നാ എന്നും എടുക്കണല്ലേ ഇജ്ജ്? ഇറക്ക ഞാനൊന്നും എടുക്കട്ടാ. കുഞ്ഞാപ്പോ ഞങ്ങൾക്ക് കത്തിക്കാനുള്ളത് ഞങ്ങൾക്ക് കത്തിക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ് ഞങ്ങള്. എനിക്ക് എന്റെ പേരന്റെ അവിടെ എടുത്താ പോരെ. എന്നാ വേണ്ട കുഞ്ഞാപ്പോ, ഞാൻ കൂട്ടിയിരിക്കണേ. ജനം കൊണ്ടേക്കോ വേണ്ട, ഞങ്ങൾ കത്തിക്കാനുള്ളതല്ലേ. എന്റെ പേരന്റെ അവിടെ എത്ര പോരെ എടുത്താ പോരെ എനിക്ക്. അല്ല ഈ സ്ഥലം എന്റേതാണോ? ഇന്ത്യല്ല ഞങ്ങള് നോക്കണതാണ്. നിങ്ങൾ കണ്ണിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇതൊരു സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെയല്ലേ കൊണ്ടുപോണ്. ഞങ്ങളോട് നോക്കാൻ പറയുന്നത് ആറ്റനെ നോക്കാനും ആൾക്കാർ എടുക്കണതൊക്കെ ഞങ്ങളോട് നോക്കാൻ. നെല്ലൊക്കെ വളഞ്ഞിക്കണല്ലോ കുഞ്ഞാപ്പോ, വളഞ്ഞിക്കണ്. അത് കൊയ്യണില്ലേ? കൊച്ചാനാകുമ്പോ കൊച്ചും വന്നിട്ട്. അല്ല എന്തപ്പ എന്റെ അമ്മ അവിടുന്ന് വച്ചുമ്പളി കൂട്ടിയാണ്ട് പോകണ്ടല്ലോ? ഉമ്മാനെ കണ്ടച്ചി എന്റെ വാവാ ഒന്നും പറയണ്ട. എന്താ ഇമ്മക്ക് ഞങ്ങൾക്കൊരു ഒരു കുപ്പായൊക്കെ തുന്നിന് ഒരു മിഷീൻ ഉണ്ടല്ലോ, പഴയത് കേടുന്നില്ല. അത് ആദ്യം കേടുന്നീന്ന്. അത് ഇമ്മ ഏതാ സാധനം നേരാക്കി കൊടുക്കണ്. ആ ഇമ്മ കുറച്ചൊക്കെ അടിക്കാനൊക്കെ അറിയാമല്ലോ, വല്ല കാര്യമൊന്നും ഇല്ല. അവിടെ ഇവിടെയൊക്കെ അറിയാമോ? അതിന് എന്താണ് സൈനിമാന്റെ മരുവള എന്താ അടിക്കാണ്ട് പറഞ്ഞിട്ട് മേശ അടിക്കാൻ കൊടുത്തിരുന്നു മിഞ്ഞാന്ന്. അത് ഓർക്ക് നാളെ കൊടുക്കുമാണ്, ഇന്ന് കൊടുക്കണം ഇന്നലെ കൊടുക്കണം പറഞ്ഞ് കൊടുന്നതാണ്. ഇമ്മ അലങ്ങുന്ന മിഞ്ഞാന്ന് രാത്രി കാല് വേദനിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല, ഒരു പോളെ കണ്ണു അടച്ചിട്ടില്ല. പാവല്ല എന്റെ അമ്മ. പാവം തന്നെയാണ്. എനിക്കൊന്ന് അടിച്ചു കൊടുത്തൂടെ? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ എന്നിട്ട് അത് ഞാൻ അടിച്ചു കൊടുത്ത് നേരം പോലത്തെ അടിച്ചു കൊടുത്തിട്ട് ഇമ്മ അടിക്കാന്നപ്പോ ഉമ്മാണ്ട് ഒരു ഉപകാരം ഞാൻ ചെയ്തതാണ്. ഉമ്മ ഇനി പറയാത്ത ഇല്ല, ഗുരുത്തം കൊണ്ടന്നെ ആ മേശ കേടെത്തി. ഞാനിപ്പോ എന്താ ചെയ്യാ, എല്ലാവരും തന്നെ കജ്ജും കാലം കൊണ്ട് വയ്യാതെ ഞാൻ മേടിച്ചു കൊടുത്തതാണ്. ഞാൻ അയിമോടെ കുഞ്ഞൊക്കെ അടിച്ചു കൊടുത്ത് അതൊക്കെ അടിച്ചു കൊടുത്തപ്പോഴേ. എന്നിട്ട് ഇമ്മ എന്താണ് ഒന്ന് കൊടുക്കാൻ വേണോ എന്നിട്ട് ഓരോട് പോയി വിളിച്ചാൽ പെണ്ണേത്തിക്ക് ഇറങ്ങാ ആ മരുമകൾക്ക് ഇറങ്ങാൻ ഭയങ്കര വാശിക്കാരിയാണ്. പെണ്ണേത്തിക്ക് ഇറങ്ങാ ആ മേശ തന്നെ വേണം, ആ മേശ തന്നെ വേണം. ആ അത് ശരിയാക്കിട്ടും ശരിയാവണില്ലല്ലോ. ഞാനേ ആ മെസ്സേജിന്റെ ഉള്ളിന് ഒരു പെട്ടിയല്ല സൂചിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിലാണ് കുടുങ്ങി വലിച്ചപ്പണ്ട് കീറി. ആ അപ്പൊ ഇമ്മ അറിഞ്ഞാൻ വേറെ മേടിച്ചരാനിപ്പോ ആ പെണ്ണേത്തിക്ക് അതെന്നെ കിട്ടിയാ വേണം. ആ സൈനിമ പറഞ്ഞത്ര ഭത്താത്ത പാവാടി അതിനെ അടിക്കാൻ കൊടുത്താന്ന്. അതിനെ പെണ്ണെത്തി പറയാ എന്റെ ഉമ്മ പറഞ്ഞപ്പോ ഞാന് പറഞ്ഞ കാര്യം തന്നതാണ് മേസി. ഇത് ഇപ്പൊ ഇടാനുള്ളതാണ്, എനിക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ വാസി പിടിക്കാന്. ആ ഇമ്മനെ ഇനി പറയാത്തതൊന്നും അടിക്കാനൊക്കെ വന്നു. ആക്ക് ഭയങ്കര വിഷമായിട്ടാ. എന്തിനാണ് വേണ്ടാത്ത പണിയെടുത്ത് കുഞ്ഞാപ്പോ? അല്ലെങ്കിലോ ഒരു പണി എനിക്ക് പണിക്കോണി. അപ്പൊ അതേമാതിരി നന്നാ പോലെ. അല്ലടക്ക് ഉമ്മാക്ക് കാല് കടഞ്ഞപ്പോഴേ ഉമ്മാനെ സഹായിച്ചതാണ്. അതിങ്ങനായി ആയടാ. അപ്പൊ എന്നിട്ട് ഉമ്മ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പെണ്ണായിട്ട് സമ്മതിച്ചിക്കണ്. അപ്പൊ ഉമ്മ ഇല്ലാത്തോടത്ത് ഉമ്മ ഓരോ കായ് ഒപ്പിച്ചിട്ട് ആ മേശ മേടിക്കാൻ പറയുമ്പോ പെണ്ണേത്തി അല്ലെങ്കിൽ മേശ നിനക്ക് മേടിക്കണ്ട 250-300 തന്നെ. എന്നിട്ട് പെണ്ണേത്തി തന്നെ 500 ഉണ്ടല്ലോ, ഇത്രയാണ് 250-300 വേണമെന്ന് പറഞ്ഞത്ര. എന്നിട്ട് പെണ്ണേത്തി അറിയാം പഴയ മേശയും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ അത് കൊണ്ടിരിക്കാൻ പോയതാവും. അതൊക്കെ പോകണ്ടേ? ഇന്നെ കണ്ടിട്ടൊന്നും മുണ്ടിയില്ല. എന്നിട്ട് മുണ്ടിയില്ലേ? എന്നിട്ട് എല്ലാം മുണ്ട് ഉമ്മ എല്ലേ പൊട്ടത്തരക്ക് പറഞ്ഞു തന്നെ കാര്യം. അങ്ങനെയും പറയണ്ട. എന്നെ കണ്ടാല് അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാളൊന്നും. അത് അങ്ങനെ തന്നെയാടാ. ഇന്നിപ്പോ നോക്കണ്ട, ഇന്നിപ്പോ മാക്സി ഉണ്ണിയേന്നൊക്കെ വിളിക്കൂലേ? ഇവിടെ എന്നിട്ട് പറയും ഏതാനാക്കാത്ത മുതല് ഇപ്പൊ ഒന്ന് നടക്കാണ്ട വെച്ചിട്ടാ. ഓനെ ഒരു പണിക്കും പോകില്ല, ഇനി ഒത്ത ആളെന്നെ എത്തി അറിയും. അങ്ങനൊക്കെ പറയോ? അങ്ങനൊക്കെ പറയൂ. പാവാണ്. ഉമ്മാനെ പറ്റി അതൊന്നും പറയാൻ പാടില്ല, നമ്മളമ്മല്ലേ. അതാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നന്നായി, അതിനനുസരിച്ച് നടന്നാ മതിയല്ലോ.
അത് നടക്കുകയൊക്കെ ചെയ്തോ എല്ലാ ഇതിന് കൊയ്യൂലേ ഇത് ഇവിടെ കൊയ്താലും ഇവിടുത്തെ വേല വരുന്നുണ്ടോ അപ്പൊ ഞങ്ങള് വേലക്ക് പോകും അപ്പൊ എല്ലാരും വരും വന്ന് സെഫാത്തി മക്കളും അമ്മായി മക്കളും മൂത്തൂമ്മി എല്ലാരും വരും വേലക്കിട്ടാ അന്ന് നല്ല രസവും ഇമ്മ ഒരു വരുന്നുണ്ടെങ്കിൽ ഇമ്മാന്റെ കണ്ണും മോറൊക്കെ വരുമ്പോ എന്തെങ്കിലും കൊണ്ടിരില്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടിരില്ല വരുമ്പോ ഞങ്ങള് ചോറൊക്കെ വെച്ച് കൊടുക്കണോ ഓല ഇങ്ങോട്ട് കൊണ്ടിരില്ല എന്തെങ്കിലും തരില്ല എനിക്ക് എനിക്ക് ഐസൊക്കെ മേടിച്ചു തരൂ പിന്നെന്താ ഉമ്മാന്റെ കജ്ജും കാലും വേച്ചാറെന്താല്ലേ അന്ന് നല്ല ചോറും നെച്ചോറൊക്കെ ഉണ്ടാക്കി തിന്നൂടെ ഇമ്മ ഉണ്ടാക്കി തരുമല്ലേ ഇജ്ജ് കൊടുന്നു കൊടുക്കണം തിന്നണെങ്കില് ഇജ്ജ് കൊടുന്നു കൊടുക്കണം ഇമ്മ ഉണ്ടാക്കി ഞങ്ങൾക്ക് തിന്നോടാ എന്നിട്ട് ഞങ്ങളൊക്കെ വേലക്ക് പോവും നാടകം കാണും ആനമേള ഉണ്ടാവൂലേ കാലമേള അതിനൊക്കെ പോവാ അതിനൊക്കെ പോവും ഇപ്പൊ ഇനി നമ്മുടെ അച്ചപ്പാലയില് വേലുണ്ടല്ലോ അയ്യപ്പാലയില് അപ്പൊ ഞങ്ങളൊക്കെ പോവും അപ്പൊ എല്ലാരും വരുമ്പോ നല്ല രസമായിരുന്നില്ലേ ഇമ്മ അറിയാം എനക്ക് രസം ഞാൻ കാട്ടിലില്ലാതെ അവിടുന്ന് ഇവിടുന്ന് തട്ടി മുട്ടി നിക്കാണ് ഒരു വരുന്നൊന്നും നിക്കണേനൊന്നും അല്ലട കുഞ്ഞാപ്പോ അതേമാതിരി തിന്നാൻ കൊടുക്കാൻ വേണ്ടേ അതും ശരിയാണ് എന്റെ അമ്മ പറഞ്ഞത് ശരിയല്ലേ അതും കാര്യാണില്ലേ എല്ലാ കുഞ്ഞപ്പോ അവിടൊക്കെ നെല്ലൊക്കെ വല്ലം വളഞ്ഞിക്കണല്ലോ നെല്ലൊക്കെ കൊയ്യാനായിക്കടാ ഇപ്പൊ മോനെ പയ്യമായിരുന്നല്ല ബംഗാളികളാണ് കൊച്ചുന്നത് പണ്ടൊക്കെ അവര് എന്റെ അമ്മക്കെ കൊച്ചാൻ പോയിരുന്നില്ലേ ഇപ്പൊ നിങ്ങളിപ്പോ കൊച്ചാൻ പറ്റില്ല നിങ്ങൾക്ക് വെച്ചാതെ വെക്കുന്നത് അപ്പൊ ബംഗാളിന്റെ ആൾക്കാരൊക്കെ മെതിക്കാരൊക്കെ ഞങ്ങളെ ഉമ്മയൊക്കെ എത്ര പോയതാണ് ഒരു കാലത്ത് അറിയോ ഇപ്പൊ വലിയൊരു മെസ്സേജ് എന്താ അറിഞ്ഞല്ലേ അങ്ങോട്ടൊക്കെ എന്റെ പെണ്ണ് ഇരിക്കുന്ന പൂച്ചപ്പെണ്ണ് പിന്നാലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് ഞാൻ എവിടെ പോയാലും ഇവിടെ എത്തും നോക്കടാ അവിടെ വാ മാന്തണ്ട കുഞ്ഞാപ്പോ എന്റെ കുട്ടിയാണിത് മോളെ എടുത്താ അവിടുന്ന് ഇപ്പൊ അന്നെ തെരഞ്ഞു വന്നാ കുഞ്ഞാപ്പൂല്ലേ എന്നോട് പറയാ ഞാൻ എവിടെ പോയാലും പിന്നാലെ പൂച്ചക്ക് എന്നോട് നല്ല സ്നേഹം കിട്ടാ ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ എന്നാ കൊണ്ടായിക്കോ വിറക് എടുത്തോളൂ ഞാൻ പോവാണ് വില കൊടുക്കാൻ നായ്ക്കളും പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പോയിക്കോ വിറകെടുക്കാൻ വേണ്ടി നോക്കോളൂ ഞാൻ പോട്ടടാ